അത് കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നു. അതൊക്കെ വലിയൊരു അവസരമാണ്. അപ്പൊ അതിലൂടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യുവാനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ തീർച്ചയായും ആ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് ഇതിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതിന് സമ്മാനാർഹരായ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരിക്കിനെ സിൽക്ക് വില്ലാജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി കരിക്കിനേത്തിന്റെ ഏറ്റവും സ്വന്തം അഡ്വക്കേറ്റ് ടോമി കല്ലാനിമിഷൻ. കോട്ടയംകാരൻ നെഞ്ചിലേറ്റിയ ഒരു മഹാപ്രസ്ഥാനമാണ് കരിക്കിനേത്ത് എന്ന് അതിൻ്റെ 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാടിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷം കൊണ്ടുണ്ടായ ഒരു ആത്മബന്ധം. പക്ഷേ ഇന്ന് കോട്ടയംകാർക്ക് അത് ഫീൽ ചെയ്യുന്നത് 20 വർഷത്തെ ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളതയാണ്. കരിക്കിനേത്ത് കോട്ടയത്ത് തുടങ്ങിയിട്ട് 2 വർഷമേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ശ്രീ ബാബുച്ചായനും അദ്ദേഹത്തിൻ്റെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളും നമ്മുടെ പൊതുസമൂഹവുമായി, കോട്ടയത്തെ ജനതയുമായി, ഇവിടുത്തെ കസ്റ്റമേഴ്സുമായിട്ടുള്ളൊരു ഹൃദയബന്ധം, അതിന് എത്രയോ വിപുലമായ എൻ്റെ 10 മടങ്ങ് വരുന്ന ഒരു ഹൃദയബന്ധം ഈ നാട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ്. കരിക്കിനേത്തുകാർ സമ്മാനം പ്രഖ്യാപിച്ചാൽ സമ്മാനം കൊടുക്കും എന്നതിന് തെളിവ് കൂടിയാണ്. ഞാനിത് പറയുന്നത് ഇത്ര വലിയ മെഗാ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയും അത് കൃത്യസമയത്ത് തന്നെ കൊടുക്കുവാനും തയ്യാറായ ഒരു സ്ഥാപനം അതിൻ്റെ വിശ്വാസ്യതയാണ് തെളിയിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസമാണ് എല്ലാം. ഇവിടെ കരിക്കിനേത്ത് കോട്ടയത്തിൻ്റെ മണ്ണിൽ അതിൻ്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നല്ല വസ്ത്രങ്ങൾ ഈ നാട്ടിലെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അവരുടെ വിശ്വാസം ആർജിക്കുവാൻ കരിക്കിനേത്ത് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ കോട്ടയത്ത് മുന്നോട്ട് പോകുവാൻ കരിക്കിനേത്തിൻ്റെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ കരിക്കിനേത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്. വസ്ത്ര വ്യാപാര രംഗത്ത് കൈപ്പറ്റൂരിൽ തുടങ്ങി തിരുവല്ലായിലൂടെ, പാലായിലൂടെ, ചങ്ങനാശ്ശേരിയിലൂടെ ഒക്കെ തുടങ്ങി വന്ന ഈ പ്രസ്ഥാനം അവരുടെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്നേഹവും ജനങ്ങളുടെ വിശ്വാസവും കൂടുതൽ ആർജിച്ചുകൊണ്ടാണ് പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് തുടങ്ങി വെക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതിൻ്റെ വളർച്ച നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കരിക്കിനേത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ. ഇവിടെ സമ്മാനരായ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ശ്രീ ബിബിനെ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, പ്രിയങ്കരനായ മുൻ മന്ത്രി MLA ശ്രീ മോൻസി ജോസഫും, നഗരപിതാവ് ശ്രീ KRG വാര്യരും കൗൺസിലർ ശ്രീ ടിറ്റോയി അടക്കമുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മന്ത്രി വളരെ തിരക്കുട്ട പരിപാടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സമ്മാനാർഹരെയും ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, ഭാഗ്യം സിദ്ധിച്ചവരാണ്. പക്ഷെ കരിക്കിനേത്തൊരു വിശ്വാസം നേടിക്കൊണ്ട് കരിക്കിനേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10,000-ങ്ങളിൽ നിന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, കരിക്കിനേത്തുമായി ബന്ധപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യും നമ്മുടെ ഏറ്റവും ആരാധ്യനായ കേരളത്തിൻ്റെ അഭിമാനം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കരിക്കിനെ സിൽക്ക് വില്ലാജിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച PWD മിനിസ്റ്റർ എന്ന ഖ്യാതി നേടിയ യുവത്വത്തിന്റെ പ്രതീകമായ കോട്ടയംകാരനായ കടുത്തുരുത്തി MLA, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മോൻ ജോസഫ് MLA സ്വാഗതം ചെയ്യും. കോട്ടയത്തിന്റെ മുനിസിപ്പൽ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ KRG വാര്യർ അവരുകളെ സ്വാഗതം ചെയ്യും. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ആരാധ്യയായ അധ്യക്ഷ ശ്രീമതി നിർമ്മല ജിമ്മിയെ സിൽക്ക് വില്ലാജിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. ഈ സമ്മാനദാന ചടങ്ങ്
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്ത ഹോണ്ട മൊബീലിയോ കാർ വിൻ ചെയ്ത എബിൻ ജോയിക്ക് കാറിന്റെ സമ്മാനദാനമായ താക്കോൽ നൽകുന്നതിന് വേണ്ടി കേരളത്തിന്റെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ടുള്ള കരിക്കിനെ സിൽക്ക് വില്ലാജിയുടെ എല്ലാം ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ശ്രീ തിരുവഞ്ചൂർ സാറിനെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഞാനിവിടെ കയറി വന്നപ്പോഴാണ് ഇവിടെ ഒരു പൊതുയോഗം നടത്താനുള്ള സൗകര്യം കൂടി ഉണ്ട് മനസ്സിലായി. സത്യം പറഞ്ഞാൽ കരിക്കിനത്ത് ഫാമിലിയായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. കൈകൊട്ടുകളിൽ ആരംഭിക്കുന്ന സമയത്തും പത്തനംതിട്ട വ്യാപകമായി വന്നപ്പോഴും മധ്യ തിരുവിതാംകൂറിൽ പിന്നീട് മറ്റ് പല പ്രദേശങ്ങളിലുമായിട്ട് വ്യാപിപ്പിച്ചപ്പോഴും തിരുവിതാംകൂറിൻ്റെ ഒരു ശക്തിയായി വളർന്നപ്പോഴും കരിക്കിനത്തിൻ്റെ വളർച്ചയിൽ ആ കുടുംബാംഗങ്ങളെ പോലെ തന്നെ എനിക്കത് വളരെ അടുത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥാപനം എങ്ങനെ ഭംഗിയായി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമായിട്ട് സത്യം പറഞ്ഞാൽ എല്ലാ ആളുകളും വിലയിരുത്തുന്നത് കരിക്കിനത്തിൻ്റെ ഒരു അപ്രോച്ച് കാണുമ്പോഴാണ്. കോട്ടയത്ത് വന്നപ്പോൾ തന്നെ കരിക്കിനത്ത് സിൽക്ക് വില്ലേജ് യഥാർത്ഥത്തിൽ കുറച്ച് ടൗണിൽ നിന്ന് വിട്ടാണെങ്കിലും ഇവിടെ നല്ല രൂപത്തിൽ ആളുകളെ ആകർഷിക്കാൻ നവീനതയോടുകൂടി അതെല്ലാം അപ്രോച്ച് ചെയ്യാൻ എല്ലാം കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരും ഒരുപോലെ വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല എൻ്റർപ്രണർഷിപ്പ് കരിക്കിനത്തിലെ സഹോദരന്മാർ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത്. ആ പ്രവർത്തനം എല്ലാവരും പൊതുവെ അംഗീകരിക്കുകയും ചെയ്യാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭാഗ്യവാനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാരാണ് കിട്ടിയതെന്നുള്ളത് എനിക്കറിയില്ല. ആര് ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ചെറിയ ഊറിയ പുഞ്ചിരി ഇതെല്ലാം മനസ്സിലൊതുക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ പുഞ്ചിരി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടാണ് ലോട്ടറി എന്ന്. ഞാനും അനുവദിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നട്ടുച്ച നേരത്ത് പ്രസംഗം വെയിലിനേക്കാളും ചൂടുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമ്മളുടെ സമ്മാനം ലഭിച്ച ഇവിടെ സഹോദരൻ കോച്ചാനിയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. സമ്മാനം ലഭിക്കാത്തവർക്കും ഇനി നല്ല സ്കോപ്പുണ്ട്. ടിക്കറ്റ് എടുത്താൽ വീണ്ടും സമ്മാനം കിട്ടാനുള്ള സാധ്യതകളും ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ ഇങ്ങനെ പറഞ്ഞ വാക്ക് ഇതുപോലെ പാലിച്ചു പോയതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പണ്ടൊരു കാലത്ത് ഈ ലോട്ടറി തുടങ്ങുന്ന കാലത്താണ്, പുറത്ത് പേരൊക്കെ പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ആളാണ്. ലോട്ടറി ഒക്കെ ടിക്കറ്റൊക്കെ കിട്ടും, പക്ഷെ ഫസ്റ്റ് പ്രൈസ് മാത്രം ലോകത്തൊരിടത്തും അടിച്ചില്ല. അതാണ് ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരാളിനെ കിട്ടുമല്ലോ, അത് കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. അങ്ങനെ ഒരു ലോട്ടറി ദുരന്തത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് മാത്രമല്ല ഈ വേദിയിലിരിക്കുന്ന പലർക്കും ഓർമ്മ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി നല്ല ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുത്താം. ഇതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം ഭാവുകം നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. സിൽക്ക് വില്ലാജിയുടെ പർച്ചേസ് ആൻഡ് വിൻ ഓഫർ പദ്ധതിയിലൂടെ ഒന്നാം സമ്മാനം ബമ്പർ സമ്മാനം കാർ വിൻ ചെയ്ത എബിൻ ജോയിയെ ക്ഷണിക്കുന്നു. ഈ കാർ കൊടുക്കുന്നതിന് വേണ്ടി, കാറിന്റെ താക്കോൽ കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ആരാധനായിട്ടുള്ള കേരളത്തിന്റെ വനം ഗതാഗത കായിക വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനും സെക്കൻഡ് പ്രൈസ് നൽകുന്നതിനും വേണ്ടി ബഹുമാന്യനായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോൻ ജോസഫിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, കരിക്കിനത്തെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ എല്ലാവരും പ്രത്യേകം അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട
കോട്ടയത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ പറഞ്ഞതുപോലെ വിശ്വസ്തയോടെ വാക്ക് പാലിക്കുന്നു എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കരിക്കിനേത്ത് നാട്ടുകാരോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഈ നറുക്കെടുപ്പിലൂടെ അവർക്ക് ലഭിച്ച സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. വിശ്വസ്തയോടെ ഇനിയും പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ കരിക്കിനേത്ത് പ്രസ്ഥാനത്തിന് ഇതെല്ലാം ഏറ്റവും കൂടുതൽ അനുഗ്രഹമാണ് എന്നതിൽ സംശയമില്ല. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കരിക്കിനേത്ത് കുടുംബാംഗങ്ങളെ പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് രണ്ടാം സമ്മാനം കൊടുക്കുന്നതായിട്ട് അറിയിക്കുന്നു. എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ബിനു എം മാത്യു, സെക്കൻഡ് പ്രൈസ് വിന്നർ ബിനു എം മാത്യുവിനെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മോൻ ജോസഫ് MLA ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിൻഡിയെ ക്ഷണിക്കുന്നു. ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തിൻ്റെ തിലകക്കുറിയായി ഇന്ന് സിൽക്ക് വില്ലേജ് വിളങ്ങുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന് വളരെ കടപ്പാടുണ്ട് സിൽക്ക് വില്ലേജിയോട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ കേരളപ്പിറവി ദിനം ആഘോഷിച്ചപ്പോൾ സത്യത്തിൽ കോട്ടയം ജില്ലയിലെ മുൻ ജനപ്രതിനിധികളെയും ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയപ്പോൾ മുതലുള്ള ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളൊക്കെ വിളിച്ച് ആദരിക്കുന്ന ചടങ്ങിന് ഞങ്ങൾക്ക് അന്നത്തെ ആ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ചെലവും വലിയ ഒരു ഭീമമായ തുക നൽകി ഞങ്ങളെ സഹായിച്ച ആ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് നടത്തുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം അതിന് കരിക്കിനേത്തിൻ്റെ MD തോമസ് സാറും മറ്റ് ഇവിടുത്തെ ബഹുമാനിയായ ആളുകളൊക്കെ ഞങ്ങളോട് കാണിച്ച ആ സൗമനസ്സിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇതോടൊപ്പം ഇവിടെ വന്നു പോകുന്ന ആളുകളൊക്കെ എപ്പോഴും സംസാരിക്കാറുള്ളത് ഞങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ട്. ഇവിടെ ആളുകളുടെ ഇടപെടൽ മറ്റ് സ്ഥാപനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളോട് വളരെ സ്നേഹത്തോടു കൂടി ഒരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരോട് ഇവിടുത്തെ സ്റ്റാഫൊക്കെ പെരുമാറുന്ന രീതി ഇന്ന് കോട്ടയം പട്ടണത്തിൽ സംസാര വിഷയമാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നന്നായിട്ടുള്ള ഇടപെടലും അതുപോലെ വളരെ നല്ല കളക്ഷൻസ് ഇവിടെ മറ്റ് ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള നല്ല കളക്ഷൻസ്, പ്രത്യേകിച്ച് സാരിയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്. ഇവിടെ കോട്ടയത്ത് വലിയ ഒരു സ്ഥാപനമായി മാറാൻ സാധിച്ചു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നതിന് കരിക്കിനേത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമ്മാനാർഹരായിട്ടുള്ള മുഴുവൻ രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. സെക്കൻഡ് പ്രൈസ് അടുത്തതായിട്ട് വിജയിച്ചിട്ടുള്ളത് ശ്രീമതി ഗ്രേസി ഉമ്മനാണ്, വള്ളംകുളം തിരുവല്ല. ഗ്രേസി ഉമ്മനെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് DV വിനു, മാനേജിംഗ് ഡയറക്ടർ ജനയുഗം DV. 2 വർഷം കൊണ്ട് അക്ഷരനഗരിക്ക് അഭിമാനമായി സിൽക്ക് വില്ലേജ് മാറി എന്നുള്ളതായി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. നമ്മുടെ കോട്ടയം അക്ഷരനഗരി എന്ന പേര് തന്നെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഒക്കെ എപ്പോഴും വില കൊടുക്കാറുള്ള നഗരം. അവിടെ വിശ്വസ്തരായി കഴിയുക എന്നുള്ളതാണ്, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് ഏത് വ്യവസായ സ്ഥാപനത്തിന്റെയും അടിത്തറ എന്നുള്ളത്. 2 വർഷക്കാലം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20 വർഷത്തെയോ 30 വർഷത്തെയോ ചരിത്രമുള്ള പ്രസ്ഥാനം പോലെ ഈ നാടിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ വളരെ സത്യസന്ധതയോടുകൂടി ഏറ്റവും മികച്ച വസ്ത്രം, നമുക്കറിയാം പല സ്ഥാപനങ്ങളും കോട്ടയത്ത് തുടങ്ങി അപ്പോഴേ നിർത്തിപ്പോയിട്ടുള്ള വലിയ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഈ സ്ഥാപനം അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം ആർജിക്കുവാൻ, ഏറ്റവും മികച്ച വസ്ത്രം നൽകുവാൻ, ഏറ്റവും മികച്ച രീതിയിലുള്ള അവർ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ, ജനങ്ങളോട് നല്ലതുപോലെ ഇടപെടുന്ന നല്ല സ്റ്റാഫിനെ ഉണ്ടാക്കുവാൻ എല്ലാം കഴിഞ്ഞത് തീർച്ചയായും ഇവിടെ കരിക്കിനേത്ത് കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും എല്ലാ സംഘാടകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വിജയികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. വിജയിച്ചിട്ടുള്ളത് 2 പേരാണ്, കുഞ്ഞമ്മ ജേക്കബ്, കുഞ്ഞമ്മ ജോസ്. കുഞ്ഞമ്മ ജോസ് എത്തിയിട്ടില്ല. കുഞ്ഞമ്മ ജേക്കബ് എല്ലും കാലം റാന്നി. നൽകുന്നതിന് വേണ്ടി PV ക്ഷണിക്കുന്നു.
കുഞ്ഞമ്മ ജേക്കബ് തോഷിബ LED TV വിൻ ചെയ്തിട്ടുള്ളത് ശ്രീമതി കുഞ്ഞമ്മ ജേക്കബ്. ഫോർത്ത് പ്രൈസ് 2 പേർക്ക്. അതിനു മുമ്പ് കോട്ടയത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള നഗരപിതാവ് ശ്രീ KRG വാര്യർ അവരുടെ ക്ഷണിക്കും. കരികിനകത്ത് നടത്തുന്ന എല്ലാ നല്ല സംരംഭങ്ങൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫോർത്ത് പ്രൈസ് ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ്. 2 പേരാണ് വിജയിച്ചിട്ടുള്ളത്. ജിൻസി ജോൺ, ആനി മാത്യു. ജിൻസി ജോൺ കാപ്പന്തല. ജിൻസി ജോൺ കാപ്പന്തല. പ്രൈസ് നൽകുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ചെയർമാനെ ക്ഷണിക്കും. അടുത്ത പ്രൈസ് ആനി മാത്യു. ആനി മാത്യു നൽകുന്നതിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിലർ ഗോപകുമാറിനെ ക്ഷണിക്കും. തിരുവനന്തപുരത്താണ് മാഡത്തിന്റെ വീട്. തിരുവല്ലയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ആനി മാത്യു, ട്രിവാൻഡ്രം. ഫിഫ്ത്ത് പ്രൈസ് 10 പേർക്കാണ്. മിസാൻ സിബി നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുനത്താൻ ക്ഷണിക്കും. അമൃത നിതീഷ്. അടുത്ത പ്രൈസ് വിന്നർ അമൃത നിതീഷ്, SNDP കോട്ടയം താലൂക്ക് സെക്രട്ടറി രാജീവ് സാർ ക്ഷണിക്കും. AG ബാബു, തലയോലപ്പറമ്പ് നൽകുന്നതിന് വേണ്ടി NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് P ബാലകൃഷ്ണൻ സാർ ക്ഷണിക്കും. അടുത്ത ഗോൾഡ് പ്രൈസ് വിന്നർ മേരിക്കുട്ടി ജോൺ. മേരിക്കുട്ടി ജോണിന് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ശ്രീ MGO CSM ട്രഷറർ അഡ്വക്കേറ്റ് ഐസക് എബ്രാഹത്തിനെ ക്ഷണിക്കും. ഗോൾഡ് പ്രൈസ് വിന്നർ തോമസ് KU. ഈ പ്രൈസ് നൽകുന്നതിന് വേണ്ടി ശ്രീ ജോസഫ് ചാവറിയെ ക്ഷണിക്കും. ഗോൾഡ് പ്രൈസ് വിന്നർ ശ്രീമതി ശ്രീദേവി ചന്ദ്രൻ നൽകുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള PS ബഷീറിനെ ക്ഷണിക്കും. മോളി കുഞ്ഞൂസ്, കുറ്റൂർ PO തിരുവല്ല. ശ്രീമതി റോയിസ് പാസ്കിൻ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ ശ്രീ KG തോമസ് കരിക്കിനെ ക്ഷണിക്കും. അടുത്ത ഗോൾഡ് പ്രൈസ് വിന്നർ അന്നമ്മ